മാന്യനാണവൻ ഉന്നതൻ, ആരിലും ശ്രേഷ്ഠനാണവൻ. ദൂതന്മാരാലവൻ വന്നിതൻ, പകലോനേക്കാളും ശോഭയുള്ളോൻ. ദൂതന്മാരാലവൻ വന്നിതൻ, പകലോനേക്കാളും ശോഭയുള്ളോൻ. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ അളവോടെ ആശ്രയിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഒരു പ്രഭാതം കൂടി ഞങ്ങൾക്ക് തന്നതിനായി സ്തോത്രം ചെയ്യുന്നു. അല്പസമയം കർത്താവേ, അവിടുന്ന് ഞങ്ങൾ വചനത്തിന് കീഴിലിരിക്കട്ടെ. കേൾക്കുന്നതായ ഓരോ മക്കളെയും അടിയനെയും അവിടുന്ന് ബലപ്പെടുത്തണമേ. സകലം യേശുവിൻ്റെ നാമത്തിൽ തന്നെ, ആമേൻ. ശാമ്പൽ ബുധനിൽ ആരംഭം കുറിക്കുന്ന നോമ്പിൻ്റെ നാളുകൾ 40 ദിവസം നീളുന്ന ഒരു ആത്മീയ യാത്രയാണ്. ഇന്ന് നമ്മൾ ഒരു വിശുദ്ധ വാരത്തിലേക്ക് കടന്നിരിക്കുകയാണല്ലോ. തിരുവചന ഭാഷയിൽ 40 എന്നാൽ പൊളിച്ചു മാറ്റലും പുനർനിർമ്മാണവും എന്നതാണ്. നോമ്പുകാലം എന്നാൽ ആത്മീയ ദുഃഖവും നൊമ്പരവും അല്ല, മറിച്ച് അതൊരു ആത്മീയ പുനർനിർമ്മാണവുമാണ്. ആദിമസഭയിൽ ഉയർപ്പ് ദിനങ്ങളിൽ സ്ഥാനമേൽക്കാൻ പോകുന്നവർക്കുള്ള അവസാന തയ്യാറെടുപ്പ് കാലഘട്ടമായിരുന്നു നോമ്പുകാലം. അതായത് മാനസാന്തരവും പുതുസൃഷ്ടിയും എല്ലായ്പ്പോഴും ബന്ധപ്പെട്ടിരുന്നു. അവൻ മനുഷ്യ സാദൃശ്യത്തിലായി തന്നെത്താൻ ഒഴിച്ചു, വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി, തന്നെത്താൻ താഴ്ത്തി, മരണത്തോളം, ക്രൂശിലെ മരണത്തോളം തന്നെ അനുസരണമുള്ളവനായി തീർന്നു. അവൻ വിശപ്പ്, ബലഹീനത, ക്ഷീണം, വിശ്വാസവഞ്ചന, മരണം എന്നിവ സ്വീകരിച്ചു. ഒടുവിൽ അവൻ പൊടിയിൽ കിടന്നു. എന്നാൽ ഉയർപ്പിൻ്റെ പ്രഭാതത്തിൽ പൊടി എന്നത് അവസാനമായിരുന്നില്ല. പൊടിയിൽ നിന്നാണ് നമ്മൾ വന്നത്, പൊടിയിലേക്ക് നമ്മൾ തിരികെ പോകുന്നു. ക്രിസ്തുവിൻ്റെ ഈ പൊടി വീണ്ടും ഉയർക്കും. ഇതാണ് നോമ്പ് വെളിപ്പെടുത്തിയ രഹസ്യം. അങ്ങനെയെങ്കിൽ ക്രിസ്തു എന്തിനു വേണ്ടിയാണ് ലോകത്തിൽ വന്നതെന്ന് നമുക്ക് അല്പം ചിന്തിക്കാം. യേശുക്രിസ്തു ഈ ലോകത്തിൽ ജാതനായോർക്കുകയും അതിൽ നാം സന്തോഷിക്കുകയും ചെയ്യുന്നു. എന്നാൽ അവൻ എന്തിനു വേണ്ടി വന്നു എന്ന് നാം ചിന്തിക്കുകയും ചെയ്യേണ്ടതാണല്ലോ. അപ്പോസ്തലനായ യോഹന്നാൻ യേശുക്രിസ്തുവിൻ്റെ വരവിൻ്റെ ഉദ്ദേശത്തെപ്പറ്റി വിവരിച്ചിരിക്കുന്നത് ശ്രദ്ധിക്കുവാൻ കഴിയും. നമ്മെ സ്നേഹിക്കുവാനും നമ്മുടെ പാപം പോക്കി നമ്മെ തൻ്റെ രക്തത്താൽ വിടുവിച്ച് തൻ്റെ പിതാവായ ദൈവത്തിന് നമ്മെ രാജ്യവും പുരോഹിതന്മാരുമാക്കി തീർത്തവനുമായവന് എന്നേക്കും മഹത്വവും ബലവും. ആമേൻ. വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം 6-ാം വാക്യം. ഇവിടെ 3 കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. 1. അവൻ നമ്മെ സ്നേഹിച്ചു. 2. അവൻ നമ്മെ വിടുവിച്ചു. 3. അവൻ നമ്മെ രാജ്യവും പുരോഹിതന്മാരും ആക്കി തീർത്തു. റോമ സാമ്രാജ്യത്തിൻ്റെ അധീനതയിൽ കഴിഞ്ഞിരുന്ന ദൈവജനത്തിന് സ്നേഹം എന്തെന്നറിയുവാൻ കഴിഞ്ഞിരുന്നില്ല. അടിമത്തത്തിൻ്റെ അനുഭവത്തിൽ വന്ന ജനം ഒരു വിടുതലിനായി നോക്കി കാത്തിരുന്നു. അവരുടെ ഇടയിലത്രേ അവൻ ഇറങ്ങി വന്നത്. അവൻ്റെ വരവ് എന്തിനു വേണ്ടിയായിരുന്നു? ഒന്നാമതായി, അവൻ നമ്മെ സ്നേഹിക്കുന്നു. ആഴമായ ദൈവസ്നേഹമത്രേ തൻ്റെ വരവ് മൂലം യേശുക്രിസ്തു വെളിപ്പെടുത്തിയത്. അവൻ ഈ ലോകത്തിൽ ജാതനായത് ക്രൂശിൽ നമുക്ക് വേണ്ടി യാഗമായി തീരുന്നതിനത്രേ. ക്രിസ്തുവോ നാം പാപികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിക്കുകയാൽ ദൈവം തനിക്ക് നമ്മോടുള്ള സ്നേഹത്തെ പ്രദർശിപ്പിക്കുന്നു. സ്നേഹിക്കപ്പെടുവാൻ യോഗ്യതയില്ലാത്ത മനുഷ്യവർഗത്തെ അവൻ സ്നേഹിക്കുന്നു. ദൈവം സ്നേഹം തന്നെ ആയതിനാൽ അവന് സ്നേഹിക്കാതിരിക്കാൻ കഴിയുമായിരുന്നില്ല. നമ്മെ സ്നേഹിക്കുന്നവനും എന്ന് പറഞ്ഞിരിക്കൊണ്ട് അവൻ ഇന്നും നമ്മെ സ്നേഹിക്കുന്നു എന്ന് അർത്ഥമാവുന്നു. രണ്ടാമതായി, അവൻ നമ്മെ വിടുവിച്ചു. മനുഷ്യനെ പാപത്തിൽ നിന്ന് വിടുവാനത്രേ യേശുക്രിസ്തു വന്നത്. പല കാര്യങ്ങൾ മനുഷ്യരെ ഞെരുക്കുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനമായത് അവരുടെ പാപമത്രേ. ഈ ചങ്ങലയിൽ നിന്നും വിടുവിച്ചു എന്നത്രേ അപ്പോസ്തലൻ പറഞ്ഞിരിക്കുന്നത്. വെളിപാട് പുസ്തകം 5-9 വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നു, നീ അറുക്കപ്പെട്ട നിന്റെ രക്തം കൊണ്ട് സർവ്വഗോത്രത്തിനും ഭാഷയിലും വംശത്തിലും ജാതിയിലും നിന്നുള്ളവരെ ദൈവത്തിനായി വിലയ്ക്ക് വാങ്ങി എന്ന് വായിക്കുന്നു. ക്രിസ്തീയ ജീവിതത്തിൻ്റെ ഉദ്ദേശം ഇവിടെ വ്യക്തമായി കാണാം. പാപത്തിൽ നിന്നുള്ള വിടുതൽ മാത്രമല്ല, പുതിയ ജീവിതത്തിലുള്ള നിറവ് കൂടെ ഒരു ദൈവപൈതലിന് ആവശ്യമാണ്. മൂന്നാമതായി, നമ്മെ രാജ്യവും പുരോഹിതന്മാരും ആക്കി തീർക്കുന്നവനത്രേ നമ്മുടെ കർത്താവ്. അവൻ നമ്മെ സ്നേഹിച്ചതിന് ഒരു ഉദ്ദേശമുണ്ട്.
നമ്മെ രാജ്യവും പുരോഹിതന്മാരും ആക്കി തീർക്കുന്നവനത്രേ അവൻ വന്നത്. ക്രിസ്തു രാജാവായി വാഴുന്ന രാജ്യത്തിലെ പങ്കാളികളാവാനത്രേ അവൻ നമ്മെ സ്നേഹിച്ചത്. നമ്മെ വിടുവിച്ചതും അതിനുവേണ്ടിയാണ്. നമ്മുടെ എല്ലാ കാര്യത്തിലും അവൻ രാജാതിരാജാവും കർത്താതി കർത്താവും ആയിരിക്കേണ്ടതിന് ആണ് എന്നത്രേ ഇതിൻ്റെ ഉദ്ദേശം. നമ്മെ പുരോഹിതന്മാരാക്കി തീർക്കുന്നതിന് വേണ്ടിയാണ് അവൻ നമ്മെ പാപത്തിൽ നിന്ന് വിടുവിച്ചത്. പുരോഹിതൻ ആരെന്ന് മാലാഖി പ്രവചനത്തിൽ നാം വായിക്കുന്നുണ്ടല്ലോ. ഓരോ വിശ്വാസിയും എപ്രകാരമുള്ള ഒരു പുരോഹിതനായിരിക്കണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നതെന്ന് അവിടെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. പുരോഹിതൻ ഭയപ്പെടുകയും ദൈവസന്നിധിയിൽ വിറയ്ക്കുകയും ചെയ്യുന്നവൻ, അഥവാ ദൈവത്തെ വാസ്തവമായി ആരാധിക്കുന്നവൻ ആയിരിക്കണം. ദൈവത്തെ ഭയമില്ലാതെ ദൈവസന്നിധിയിൽ ആദരിക്കാതെ ആരാധിക്കുന്ന ഒരു സമൂഹത്തെ അത്രയും നാം കാണുന്നത്. പഴയ നിയമകാലത്ത് പുരോഹിതൻ ആരാധനയ്ക്കായി ദൈവസന്നിധിയിലേക്ക് നടക്കുന്നത് ഭയത്തോടും വിറയലും കൂടെ ആയിരുന്നു. ശുശ്രൂഷയ്ക്ക് വേണ്ടി വിളിച്ചിറക്കപ്പെട്ട മോശ ദൈവത്തോട് അടുത്ത് ചെന്നപ്പോൾ നിന്റെ കാലിൽ നിന്ന് ചെരുപ്പ് ഊരിക്കളക എന്ന ശബ്ദമാണ് കേട്ടത്. ഇവിടെ പുരോഹിതൻ മറ്റുള്ളവരുടെ മുമ്പിൽ സാക്ഷ്യമുള്ളവനായിരിക്കണമെന്ന് നാം കാണുന്നു. ഇതാണ് കർത്താവ് നമ്മിൽ നിന്നും പ്രതീക്ഷിക്കുന്നത്. എല്ലാറ്റിലും ഉപരിയായി പുരോഹിതൻ ദൈവത്തോടുകൂടെ നടക്കുന്നവനത്രേ. ദൈവസാന്നിധ്യമില്ലാത്ത ജീവിതവും ഇടപാടും ശുശ്രൂഷയും അവനിലില്ല. ദൈവത്തോടുകൂടെ നടക്കുന്ന അനുഭവമാണ് ഇവിടെ വെളിപ്പെടുത്തുന്നത്. ഇപ്രകാരമുള്ള ഒരു പുരോഹിതന്റെ അടുക്കൽ ജനം വന്ന് ഉപദേശം അവനോട് ചോദിച്ച് പഠിക്കും എന്ന് മാലാഖി 7 വായിക്കുന്നു. സത്യമുള്ള വാക്കുകളും ജീവിതത്തിലെ പരമാർത്ഥതയും സമാധാനവും ദൈവസാന്നിധ്യവും കാണുമ്പോൾ മറ്റുള്ളവർ ആകർഷിക്കപ്പെടുന്നു. മറ്റുള്ളവരിൽ അത്ര ആഗ്രഹം ഉണ്ടാകുകയും അവൻ അടുത്തു വരികയും ചെയ്യുന്നു. ഇത് ആഗ്രഹിക്കത്തക്ക ജീവിതമത്രേ. നമ്മോടുള്ള സ്നേഹം വെളിപ്പെടുത്തുന്നതിനും നമ്മെ പാപബന്ധനങ്ങളിൽ നിന്ന് വിടുവിക്കുന്നതിനും രാജാവും പുരോഹിതന്മാരും ആക്കി തീർക്കേണ്ടതിനുമാണ് യേശുക്രിസ്തു ലോകത്തിൽ മനുഷ്യനായി വന്നത് എന്നുള്ള സത്യം ഈ ദിവസങ്ങളിൽ ഓർക്കുകയും ഈ അനുഭവത്തിനായി നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം. ദൈവം നമ്മളെല്ലാവരെയും ഈ നോമ്പുകാലം അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. പകൽ ദൂതന്മാർ ആരാധിക്കും യോഗ്യനാണവൻ. പകൽ ദൂതന്മാർ ആരാധിക്കും യോഗ്യനാണവൻ. ആദ്യനുമന്ത്യനുമായവൻ ആരാധനയ്ക്കേറ്റം യോഗ്യനവൻ. ആദ്യനുമന്ത്യനുമായവൻ ആരാധനയ്ക്കേറ്റം യോഗ്യനവൻ. ആരാധ്യനാണവൻ ഉന്നതൻ, ആരിലും ശ്രേഷ്ഠനാണവൻ. ദൂതന്മാരാലവൻ വന്നീതൻ, പകലോനേക്കാളും ശോഭയുള്ളോൻ. രത്നങ്ങൾ കൊത്തതാമഴകുള്ളവൻ, സ്തുതികൾക്കു യോഗ്യനവൻ. രത്നങ്ങൾ കൊത്തതാമഴകുള്ളവൻ, സ്തുതികൾക്കു യോഗ്യനവൻ. മാറത്തു പൊൻകച്ചയണിഞ്ഞവൻ, വെള്ളോട്ടിൻ സദൃശ്യമാം പാദമുള്ളോൻ. മാറത്തു പൊൻകച്ചയണിഞ്ഞവൻ, വെള്ളോട്ടിൻ സദൃശ്യമാം പാദമുള്ളോൻ. ആരാധ്യനാണവൻ ഉന്നതൻ, ആരിലും ശ്രേഷ്ഠനാണവൻ. ദൂതന്മാരാലവൻ വന്നീതൻ, പകലോനേക്കാളും ശോഭയുള്ളോൻ. ദൂതന്മാരാലവൻ വന്നീതൻ, പകലോനേക്കാളും ശോഭ